വെൽക്കം ബാക്ക് ടു ദ ടേസ്റ്റി ടേബിൾ. ഇന്നൊരു സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള മസാല ദോശയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് നമുക്ക് മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് 2 സവോള, പിന്നെ 1 ക്യാരറ്റ്, 2 പൊട്ടാറ്റോ, പിന്നെ ഒരു ഹാഫ് തക്കാളി, കുറച്ച് കടുക്, ഒരു ടീസ്പൂൺ ഉണ്ടാവും, പിന്നെ അതിനുശേഷം 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഉപ്പ്, കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 പച്ചമുളക്, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, ആവശ്യത്തിന് മല്ലിയില. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം അതും കട്ട് ചെയ്ത് വെച്ചു. സവോള 1.5 സവോള മതി, കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ 1.5 എടുത്തിട്ടുള്ളത്. ഇനി ഒരു പ്രഷർ കുക്കറിൽ പൊട്ടാറ്റോയും ക്യാരറ്റും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം. ഒരു 2-3 വിസിൽ വേണ്ടി വരും കുക്കാവാൻ. ഉരുളൻകിഴങ്ങും ക്യാരറ്റും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലുള്ള വെള്ളം ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ട് ഉരുളൻകിഴങ്ങും ക്യാരറ്റും നല്ലോണം ഉടച്ചെടുക്കാം. നമുക്ക് വെള്ളം പിന്നീട് ആവശ്യമുണ്ട് മസാല പ്രിപ്പയർ ചെയ്യുമ്പോൾ. വെള്ളത്തോടെ ഉടയ്ക്കുന്നതിനേക്കാളും നല്ലത് വെള്ളം മാറ്റി വെച്ചിട്ട് ഉടയ്ക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ലോണം മാഷ് ചെയ്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉടച്ച് വെച്ചതിന് ശേഷം നമുക്കൊരു പാൻ എടുത്തിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില, പിന്നെ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് കരിയാൻ പാടില്ല കേട്ടോ. ചില സ്ഥലത്ത് ഉഴുന്നുപരിപ്പും കൂടെ കടൽപ്പരിപ്പും ഇടാറുണ്ട് കടുക് വറുക്കുന്ന സമയത്ത്. ഞാനിപ്പോൾ ഇവിടെ ഉഴുന്നുപരിപ്പ് മാത്രമേ ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കാരണം നമ്മൾ പൊട്ടാറ്റോയിലും ക്യാരറ്റിലും ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആ പാകത്തിന് വേണം സവോളയിൽ ഉപ്പിട്ട് കൊടുക്കാൻ. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക സവോള നല്ലോണം ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കുക കേട്ടോ. സവോള നല്ലോണം കുക്കായതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. എന്നിട്ട് തക്കാളി നന്നായിട്ട് യോജിച്ച് വരണം കേട്ടോ. തക്കാളി നല്ലോണം കുക്കായത് വന്നതിന് ശേഷം നമുക്ക് ഉടച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും പൊട്ടാറ്റോയും ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. മസാല ഇപ്പം നല്ലോണം മിക്സ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വെള്ളമില്ലേ, ആ ഒരു പൊട്ടാറ്റോ ക്യാരറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള സ്റ്റോക്ക്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം മസാല പെട്ടെന്ന് തിക്കാവും. ആ തിക്നെസ് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റോക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. സ്റ്റോക്കിൽ ഉപ്പുണ്ടാവും, അപ്പോൾ ആ പാകത്തിന് വേണം ഒഴിച്ചു കൊടുക്കാൻ. അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ.
മസാല ദോശയ്ക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ചട്നി തയ്യാറാക്കാം. ചട്നിക്ക് ആവശ്യമുള്ളത് 1/4 കപ്പ് നാളികേരം, 1 ടീസ്പൂൺ പൊട്ടുകടല, 1 ടീസ്പൂൺ ഉപ്പ്, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, കടുക് താളിക്കാൻ വേണ്ടിയിട്ട് കടുക്, ഉണക്കമുളക്, കറിവേപ്പില. ഇനി നമുക്ക് നാളികേരവും പച്ചമുളകും ഇഞ്ചിയും ചെറുള്ളിയും ചേർത്തിട്ട് നല്ലോണം അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ആവണം കേട്ടോ. ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. കടുക് താളിച്ചൊഴിച്ചു. അപ്പോൾ നമ്മൾ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. എപ്പോഴും ദോശപ്പാൻ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുത്താൽ ആ ചൂടൊന്ന് മോഡറേറ്റ് ആവും. അപ്പോൾ നല്ലോണം ദോശ മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. നമുക്ക് പരത്താനും ഈസി ആയിരിക്കും. നല്ലോണം എണ്ണ തൂവി കൊടുക്കുക. എണ്ണ നെയ്യോ, ഞാൻ ഇവിടെ നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദോശയുടെ ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് മസാല ഫില്ലിങ് ചെയ്ത് കൊടുക്കാം. മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. വളരെ ടേസ്റ്റിയുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്